ഹലോ. അർച്ചനയുടെ മനസ്സിലേക്ക് പഴയകാല ഓർമ്മകൾ വീണ്ടും മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ എല്ലാ സത്യങ്ങളും അറിയാമായിരുന്ന രാജീവ് അത് മറച്ചു വെക്കുമ്പോൾ സത്യം തന്നോട് തുറന്നു പറയാതിരിക്കുന്ന രാജീവിനോട് അമർഷം തോന്നുകയാണ് ശിശിരിക്ക്. ശിശിര സമൃദ്ധിയെക്കുറിച്ച് രാജീവിനോട് അന്വേഷിക്കുമ്പോൾ തനിക്കത് അറിയാമെങ്കിലും താൻ ഒരിക്കലും പറയില്ല എന്നതായിരുന്നു രാജീവിന്റെ മറുപടി. അതോടെ ശിശിര രാജീവിനോട് ദേഷ്യപ്പെടുന്നു. അല്ലെങ്കിലും എന്നേക്കാളേറെ നിങ്ങൾക്ക് പ്രിയം അവളാണല്ലോ, അവളെയാണല്ലോ നിങ്ങൾക്ക് ഏറെ താല്പര്യം എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്ന ശിശിരയുടെ കർണത്തടിക്കുകയാണ് രാജീവ്. അതുകണ്ട് അവ ആകെ അതിശയത്തോടെ ശിശിര രാജീവിന്റെ കൈകളിലേക്ക് നോക്കി. പെട്ടെന്നുണ്ടായ ആ വികാരക്ഷോഭത്തിൽ രാജീവിന്റെ കൈകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയെങ്കിലും അതിനുശേഷം രാജീവിന്റെ കൈകൾ ചലിക്കാതായതോടെ ശിശിര ദേഷ്യത്തോടെ ചോദിച്ചു, അത് ശരി, നിങ്ങൾക്ക് എന്നെ തല്ലാനായിട്ട് നിങ്ങളുടെ കൈ പൊങ്ങും അല്ലെ? അതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഇനിയേ എന്നെ തല്ലിയിട്ട് ഇനി നിങ്ങൾ എൻ്റെ കൈ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണോ കരുതുന്നത്? നിങ്ങൾക്ക് ഞാനേ ഒരു വക തരുന്നില്ല, നിങ്ങളിന്ന് പട്ടിണി കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും രാജീവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോടി എന്ന് ആംഗ്യ ഭാഷയിൽ ശിശിരയോട് ദേഷ്യപ്പെടുമ്പോൾ ശിശിര ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ശിശിര പോയി കഴിയുമ്പോഴേക്കും രാജീവ് ശിശിരയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഓർത്ത് പുഞ്ചിരിയോടെ ഇരിക്കുമ്പോൾ ഗോകുലിന്റെ അരികിലെത്തി കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പുതിയൊരു കഥ ചമച്ചുകൊണ്ടാണ് അവന്തിക അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. എല്ലാം കേട്ടിരുന്ന ഗോകുലിന് അതൊക്കെ കൃത്യമായി അവന്തിക കെട്ടിച്ചമച്ചൊരു കഥയാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഒടുവിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അവന്തിക പറഞ്ഞു, ഈ വന്നിരിക്കുന്ന കേസ് അത് വെറുതെയാണെന്നും തന്റെ സ്നേഹത്തോടെ തന്റെ പേരിലേക്ക് എഴുതി തന്നതാണ് തന്റെ പ്രിയപ്പെട്ട ഫാദർ ഇൻ ലോ, അതായത് സേതുമാധവൻ. അദ്ദേഹം തന്നെയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഈ സ്വത്തുക്കളൊക്കെ തനിക്ക് എഴുതി തന്നതാണെന്നും മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നും അതൊന്നും ഒരിക്കലും വിശ്വസിക്കരുതെന്നുമായിരുന്നു അവന്തിക ഗോകുലിനെ അറിയിച്ചത്. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഗോകുൽ പറഞ്ഞു, എന്തായാലും അവന്തികയുടെ മൊഴി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു രേഖപ്പെടുത്തൽ എനിക്ക് സാധിച്ചു. എന്നാൽ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് വിരോധമൊന്നും തോന്നരുതെന്ന് പറഞ്ഞപ്പോ, ഇല്ല എന്താണെങ്കിലും രാജീവ് ഗൂഗിൾ ചോദിച്ചോളൂ എന്ന് അറിയിച്ചപ്പോ അവന്തിക പറഞ്ഞു തീർന്നതും ഗൂഗിൾ ചോദിച്ചു, അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഒരു രൂപ പോലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും അദ്ദേഹം കൊടുക്കാതെ അവന്തികയെ എത്രത്തോളം സ്നേഹിച്ചല്ലോ, അപ്പോൾ പിന്നെ അദ്ദേഹം ഇങ്ങനൊരു വിൽപത്രം എഴുതി വെക്കുന്നത് എന്തിന്റെ കാരണത്താലായിരിക്കും? ആ ദത്തുപുത്രിയായിട്ടുള്ള സച്ചിയുടെയും അർച്ചനയുടെയും മകളായി അവർ ഏറ്റെടുത്ത ആ കുഞ്ഞിന്റെ പേരിൽ ഇത്രയും വലിയൊരു സ്വത്ത് എഴുതി വെച്ചിരുന്നല്ലോ. അപ്പോ അതിന്റെ ആവശ്യകത എന്താണ്? അത് മാത്രമല്ല, ആ വീട്ടിൽ നിന്ന് അദ്ദേഹം പോകാൻ നേരം അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായല്ലോ. ആ സമയത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി അവർ നിങ്ങളോട് കേണപേക്ഷിച്ചിട്ടും ഒരു കാറ് പോലും വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. അത് എന്ത് കാരണത്താലാണ്? ഇത്രത്തോളം സ്നേഹമുള്ള ആ അച്ഛനോട് അങ്ങനെ ഒരു പെരുമാറ്റം എന്തിനാണ് അവന്തിക നടത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അതൊക്കെ വെറും കെട്ടുകഥകളാണ്, അതൊക്കെ വെറുതെ പറയുന്നതാണ് ഗൂഗിൾ. അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ തയ്യാറായതാണ്. പക്ഷെ അവർക്ക് എന്റെ സഹായം വേണ്ട എന്ന് അവർ വാശി പിടിച്ചത് കൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിച്ചെന്ന് അവന്തിക പുതിയൊരു കഥ മെനയുമ്പോൾ ഗോകുല് ചോദിച്ചു, എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, ഇത്രയേറെ സ്നേഹക്കൂടുതലുള്ള ആ അച്ഛനെ അവിടെ നിന്ന് പോലീസിന്റെ സഹായത്തോടു കൂടിയല്ലേ ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും നിങ്ങൾ ഇറക്കി വിട്ടത്? അതുപോലെ തന്നെ അവരുടെ ഓഫീസിൽ നിന്നും അവരെ ബലം പ്രയോഗിച്ച് പോലീസിന്റെ സഹായത്തോടു കൂടിയല്ലേ നിങ്ങൾ അവിടെ നിന്നും അവരെയും ഇറക്കി വിട്ടത്? അപ്പോൾ പിന്നെ ഇത്രത്തോളം സ്നേഹവും കരുതലും ഉണ്ടായിരുന്ന, ഇത്രത്തോളം ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ആ അച്ഛനോട് അങ്ങനെ ഒരു പ്രവൃത്തി അവന്തിക ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ അവന്തിക ആകെ ഉത്തരം മുട്ടിയ അവസ്ഥയിൽ ഗോകുലിനോട് പറഞ്ഞു, അത് അതൊക്കെ വെറുതെ ആളുകൾ ഓരോന്ന് പറയുന്നതാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിയിച്ചപ്പോഴാണ് ഗൂഗിൾ പറഞ്ഞത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ചില പോലീസുകാരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ പലരും ചിലരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയുകയും ചെയ്തു. എന്തായാലും ശരി, അവന്തികയെ ഞാൻ വിളിച്ചപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറായതിൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോഴാണ് അവന്തിക പറഞ്ഞത്, ഗൂഗിൾ ഇത്രയും നേരം ഗോകുലിന്റെ ജോലി സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണമാണ് നമുക്കിടയിൽ ഉണ്ടായത്. ഇത്രയേറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് പോലും ഗോകുല് ആ രീതിയിൽ തന്നോട് പെരുമാറുകയും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഗോകുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, എനിക്ക് സത്യസന്ധമായി മാത്രമേ ഏതൊരു കാര്യത്തിനും എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ജോലിയിൽ വളരെ സത്യസന്ധനാണ്. അതിന് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, എൻ്റെ തല പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും ഞാൻ ആ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകളും എൻ്റെ തീരുമാനങ്ങളും അതെന്നും നീതിക്ക് നിയമത്തിനും വിധേയമായിട്ടുള്ളത് തന്നെയായിരിക്കുമെന്ന്
ഗോകുൽ അറിയിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, എന്നാ ശരി, പിന്നീട് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഈ നിയമവശങ്ങൾ പാലിക്കപ്പെടാൻ നമുക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചന ഗോകുലിന്റെയും അർച്ചനയുടെയും ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കുകയും പിന്നീട് ആ ടേബിളൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ അവിടെ ഇരുന്ന ബൈബിൾ എടുത്ത് മാറ്റുമ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ താഴേക്ക് വീഴുന്നു. ആ ഫോട്ടോ എടുത്ത് അർച്ചന നോക്കുമ്പോൾ അതിൽ തനിക്ക് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ഇസബെല്ലയുടെ ആ ഫോട്ടോ കണ്ട് അതിശയത്തോടെ അർച്ചന അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ മുറിക്ക് മുന്നിലൂടെ പാസ് ചെയ്ത് പോകുന്ന ശോഭ ആ കാഴ്ച കണ്ടു. ഉടനെ ശോഭ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു, എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ ശോഭയുടെ സംശയത്തോടെ അർച്ചന ചോദിച്ചു, അമ്മ ഇതാ ഇത് കണ്ടോ, ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞതും വേഗം ഓടിച്ചെന്ന് ശോഭ ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കി. ഓ, ഇതെന്റെ ചേച്ചിയുടെ മോളാ എന്ന് പറഞ്ഞ് തപ്പിത്തടഞ്ഞ് അങ്ങനെ ഒരു മറുപടി ശോഭ നൽകുമ്പോൾ അർച്ചന ചോദിച്ചു, അമ്മയുടെ ചേച്ചിയോ? അമ്മ അങ്ങനെ ഒരു ചേച്ചിയെ കുറിച്ച് ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ, ഓ അതോ, അത് പിന്നെ ചേച്ചി ഇവിടെ ഇല്ലല്ലോ, അങ്ങ് ദൂരെയല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഉടനെ അർച്ചന സംശയത്തോടെ ശോഭയുടെ പിന്നാലെ ചെന്നു. അല്ലമ്മേ, ഒന്ന് നിന്നെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ എന്ന് ചോദിച്ചപ്പം, എന്താ മോളെ എന്ന് ചോദിച്ചു. അല്ല, അമ്മയുടെ ചേച്ചി ഇവിടെ, ചേച്ചിനെ ഇന്നേ വരെ അമ്മ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശോഭ പറഞ്ഞു, ചേച്ചി വിവാഹം കഴിഞ്ഞു പോയി, ചേച്ചിയും മരിച്ചുപോയി, അതുകൊണ്ടാണ് ചേച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിയാതെ പോയത്. അപ്പോഴേക്കും വേഗം ഹസനിക്കാകെ സംശയം തോന്നി. അപ്പൊ ഇത് അമ്മയുടെ ചേച്ചിയുടെ മോളാണെന്നല്ലേ പറഞ്ഞത്? ആ, അമ്മയുടെ ചേച്ചി ക്രിസ്ത്യാനിയായിരുന്നോ എന്ന് ചോദിച്ചപ്പം, അല്ല, അത് നമ്മൾ അങ്ങനെ ചോദിച്ചത്. അല്ല, ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു കുരിശുമാല എന്ന് പറഞ്ഞ് സംശയത്തോടെ അർച്ചന ആ ഫോട്ടോ ശോഭയെ കാണിച്ചു. കഴുത്തിൽ കിടക്കുന്ന ആ കുരിശുമാല കണ്ടതും ഉടനെ ശോഭ പറഞ്ഞു, ഓ അതോ, അത് പിന്നെ ചേച്ചി സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. ചേച്ചി വിവാഹം കഴിച്ച ആള് ക്രിസ്ത്യൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ചേച്ചിയും ആ ക്രിസ്ത്യാനിയായി. അതുകൊണ്ടാണല്ലോ അവരുടെ കുഞ്ഞിന്റെ കഴുത്തിലും ഇങ്ങനെ ഒരു കുരിശ് വന്നത്. അല്ല, അയ്യോ, മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ, സമയം പോയി, ഞാനേ അടുപ്പത്ത് മീൻ വെച്ചിരിക്കുക, അയ്യോ എന്റെ മീൻകറി എന്ന് പറഞ്ഞ് വേഗം ശോഭ തിരക്ക് പിടിച്ച ആ മുറിയിൽ നിന്ന് പോകുന്നു. ശോഭ പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും അർച്ചനാകെ സംശയപ്പെട്ട് ആലോചിച്ച് നിൽക്കുന്ന കണ്ടതും ശോഭയ്ക്ക് വീണ്ടും ആകെ സംശയമായി. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞതൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ലേ? അവളുടെ മനസ്സിൽ ഇനി ഇതുപോലെ സംശയങ്ങൾ ഉണ്ടാവുമോ എന്ന് ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴാണ് സന്ദീപ് ആതിരയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നേരെ വൃന്ദാവനത്തിലേക്ക് വന്നെത്തിയത്. സന്ദീപ് കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് കമലമ്മ വാതിക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, ഓ അത് ശരി, പുതിയ മുതലാളിയുടെ പത്രാസും സൗകര്യങ്ങളും ഒക്കെ കണ്ട് അവിടെ ഭ്രമിച്ചു പോയല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പം, അതെ, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ അരികിലേക്ക് വന്ന അനഘയും സ്നേഹയും അതേ രീതിയിൽ തന്നെ കളിയാക്കുന്നത് പോലെയുള്ള ഒരു സംസാരം സന്ദീപിന് നേരെ ഉണ്ടായി. അല്ല, പുതിയ മുതലാളിയുടെ തീരുമാനങ്ങളൊക്കെയാണല്ലോ ഇനി നടപ്പിലാക്കുക എന്നൊക്കെ ചോദിച്ചപ്പോ, എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ജീവിക്കാൻ പഠിച്ചു, എനിക്ക് ജീവിക്കണം, അതിന് ഏത് വഴിയും ഞാൻ സ്വീകരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ വന്നതിപ്പോ എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് പറഞ്ഞപ്പോ അത് കേട്ട കമന പറഞ്ഞു, അത് ശരി, അങ്ങനെയാണോ? അപ്പോഴേക്കും ആതിര വാതുക്കലേക്ക് എത്തി. ആതിരെ, കുഞ്ഞിനെ വിളിച്ച് നമുക്കിപ്പൊ തന്നെ ഇവിടുന്ന് പോകാം, നീ വന്നേ എന്റെ കൂടെ എന്ന് പറഞ്ഞപ്പോ ഉടനെ അരികിലേക്ക് വന്ന കമലമ്മ പറഞ്ഞു, മോളെ ആതിരെ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാവും വന്നിരിക്കുന്നത്. നിനക്കെന്താ, നിന്റെ ഭർത്താവിന്റെ ഇപ്പോഴത്തെ സുഖസൗകര്യങ്ങളൊക്കെ കണ്ട് അവന്റെ പിന്നാലെ പോകാൻ ആഗ്രഹമായോ? നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിര പറഞ്ഞു, അമ്മേ, ഇപ്പോ സന്ദീപ് അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങളൊക്കെ ഞാനും ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളതാണല്ലോ. ഇങ്ങനെ ഒരു സൗകര്യത്തോടെയുള്ള ഒരു ജീവിതവും ഞാനും ഒത്തിരി കൊതിച്ചതാണ്. എന്റെ ഭർത്താവ് ഇപ്പോ ജീവിക്കാൻ പഠിച്ചു. ഇങ്ങനെ വേണം ആണുങ്ങളായാല്, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഭാര്യയും കുഞ്ഞിനെയും നോക്കാനും സംരക്ഷിക്കാനും ഉള്ളൊരു ശേഷിയായിട്ടുണ്ട്. അതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ ഭർത്താവ് വിളിക്കുന്നിടത്തേക്ക് പോകേണ്ടത് ഒരു നല്ല ഭാര്യയായ എന്റെ കടമയല്ലേ. അതും സന്ദീപ് എങ്ങോട്ട് വിളിച്ചാലും ഞാൻ പോവുകയും ചെയ്യും. സന്ദീപ് എവിടെയാണോ അവിടെയാണ് എനിക്കും കുഞ്ഞിനും ജീവിതമുള്ളത് എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് എന്ന ശശി പറഞ്ഞു, അതിരാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്പം മുമ്പ് വരെ നിന്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് കരയുന്ന കാഴ്ച കണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഇവൻ പറയുന്ന അനുസരിച്ച് ആ അവന്തികയുടെ കൂടെ നീയും ആ അവന്തികയുടെ എച്ചില് കഴിക്കാനായിട്ട് പോകാനാണോ തയ്യാറാകുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ സന്ദീപിനോട് ദേഷ്യത്തോടെ കമലമ്മ പറഞ്ഞു, അതെ, എന്തായാലും ഇവളെ ഇവിടെ നിന്ന് നീ കൊണ്ടുപോകില്ല മോനെ, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ സന്ദീപ് ആതിരയോട് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരുമെന്നും നീയും എൻ്റെ മോളും എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ഈ സന്തോഷം. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ വേഗം പോയി നിന്റെ ബാഗ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു, ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് കൊണ്ടുപോവില്ല, ഇറങ്ങി പോടാ ഇവിടുന്ന്. അങ്ങനെ
ഈ കുടുംബത്തെ തകർത്തെറിഞ്ഞ സേതുവേട്ടന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ പാവം മനുഷ്യന്റെ ജീവിതം തകർത്ത, കുടുംബം തകർത്ത അവളുടെ പിന്നാലെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആതിരെ, നീ ഇപ്പൊ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല, ഞാൻ അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കമലമ്മ ബഹളം വെക്കുന്നത് കേട്ട് ആതിര പറഞ്ഞു, അമ്മേ, എന്റെ ഭർത്താവല്ലേ എന്നെ വിളിക്കുന്നത്, അപ്പോൾ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ ആ സച്ചിയും സ്നേഹയും ഒക്കെ ആകെ ഞെട്ടലോടെ അങ്ങ് നിൽക്കുമ്പോ സച്ചി പറഞ്ഞു, നീ പൊയ്ക്കോ. പക്ഷെ ഒടുവിൽ ആ അവന്തികയുടെ ചതിയിൽപ്പെട്ട് രണ്ടുപേ ജീവിതം തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങോട്ട് പിന്നെ മേലാൽ കയറി വന്നു പോയേക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ഉടനെ ആതിര പറഞ്ഞു, അമ്മേ, എന്റെ ഭർത്താവല്ലേ വിളിക്കുന്നത്, അതിന് ആരൊക്കെ എതിർത്താലും ഞാൻ പോകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിലും നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോവല്ലോ, അവന്തികയുടെ സുഖ സൗകര്യങ്ങളിലൊക്കെ ഭർത്താവിന്റെ കണ്ണ് ഭ്രമിച്ചു പോയതുപോലെ നിന്റെയും കണ്ണ് ഭ്രമിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ അവന്തികയുടെ സുഖ സൗകര്യങ്ങളിലൊക്കെ വീണ് അതെല്ലാം അനുഭവിച്ചതിന് അഹങ്കാരത്തിൽ അങ്ങനെ നിൽക്കുന്ന സന്ദീപിനെ നോക്കി ആതിര പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, ഇപ്പോ ഒരാണൊരുത്തിനെ പോലെ എന്റെ മുന്നിൽ വന്ന് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന എന്റെ ഭർത്താവ് ഇപ്പോ എന്റെയും എന്റെ കുഞ്ഞിനെയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ശേഷിയും പ്രാപ്തിയും ഒക്കെയുണ്ട്. അപ്പൊ പിന്നെ സന്ദീപ് വിളിക്കുന്നിടത്തേക്കല്ലേ ഞാൻ പോകേണ്ടത്, സന്ദീപ് എവിടെയാണോ അവിടെയാണ് എന്റെ സ്വർഗം. അത് കേട്ടതും സന്ദീപ് വലിയ സന്തോഷത്തോടെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ആതിരയെ നോക്കി ആ ഒരു ഭാവത്തോടെ അങ്ങനെ സന്ദീപ് നിൽക്കുമ്പോൾ ആതിര പറഞ്ഞു, പക്ഷേ സന്ദീപ് മറ്റെവിടേക്ക് വിളിച്ചാലും ഞാൻ വരും, എന്നാൽ ആ അവന്തികയുടെ എച്ചില് നക്കാനായിട്ട് എന്നെ കിട്ടില്ല. കാരണം ഇവിടെ നിന്ന് ഒരു തെരുവിലേക്ക് ഏതെങ്കിലും ഒരു ഓലപ്പുരയിലേക്ക് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരുമായിരുന്നു എന്റെ കുഞ്ഞിനെയും കൊണ്ട്. പക്ഷേ ആ അവന്തികയുടെ എച്ചില് കഴിക്കാനായിട്ട് പോകാൻ സന്ദീപ് വന്ന് വിളിച്ചപ്പോ അതിന് എനിക്കൊരിക്കലും സാധിക്കില്ല. കാരണം ഈ കുടുംബത്തെ തകർത്ത് കളഞ്ഞത്, നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത് അവൾ ഒരുത്തിയാണ്, നമ്മുടെ കുടുംബത്തെ തകർത്തത് അവൾ ഒറ്റ ഒരുത്തിയാണ്. ആ അവളുടെ അരികിലേക്ക് അവളുടെ ഭക്ഷണം കഴിച്ച് അവളുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ തന്നെ കിട്ടില്ല എന്ന് ആതിര പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോ സന്ദീപ് പറഞ്ഞു, ആതിരെ, നീ ഞാൻ പറയുന്നത് കേൾക്കണം, മര്യാദയ്ക്ക് നീ എന്റെ കൂടെ വന്നേ പറ്റൂ, നീയും മോളും എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞ് സന്ദീപ് ശബ്ദം ഉയർത്തുമ്പോ അവിടെ നിന്ന് സച്ചി പറഞ്ഞു, അതെ സന്ദീപേ, നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമൊന്നും വേണ്ട, ആതിരയ്ക്ക് അവളുടേതായ തീരുമാനമുണ്ട്, അവൾ അവളുടെ തീരുമാനം പറയുകയും ചെയ്തു. ഇനിയും അവളെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ സന്ദീപ് ദേഷ്യപ്പെട്ടു. അതിന് നിങ്ങളുടെ സമ്മതം ആർക്കാണോ വേണ്ടത്? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുവാദവും നിങ്ങളുടെ അഭിപ്രായമൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സന്ദീപ് നേരെ ആതിരയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോ ഇത് കണ്ടു നിന്ന സച്ചി പറഞ്ഞു, സന്ദീപേ, നിന്നോട് മര്യാദയ്ക്കാണ് ഞാൻ പറയുന്നത്, മാറി നിൽക്ക ഇവിടുന്ന്. നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഒരു കാരണവശാലും ആതിരയും കുഞ്ഞും നിന്റെ കൂടെ ഇവിടെ നിന്ന് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി ബലമായി സന്ദീപിനെ പിടിച്ചു നിർത്തുന്നു. ഇനിയും നീ ഇവിടുന്ന് ആതിരയെ ബലമായി കൊണ്ടുപോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ എന്നെ കൊന്നിട്ട് വേണം ഇവിടുന്ന് നീ അവളെ കൊണ്ടുപോകാൻ. നീ എന്നെ അടിച്ച് എന്നെ കൊന്നുപിടി ഇടണം, എന്നാലേ അവരെ ഇവിടെ നിന്ന് നീ കൊണ്ടുപോകുമെന്ന് സന്ദീപിനോട് സച്ചി വെല്ലുവിളി ഉയർത്തി. അപ്പോഴേക്കും ആതിര പറഞ്ഞു, സന്ദീപേ, വെറുതെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മേലാൽ ഇവിടേക്ക് വരരുത്. ആ അവന്തികയുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞ് വെറുതെ ഈ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കാൻ സന്ദീപ് ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആതിര അകത്തേക്ക് പോകുമ്പോ സന്ദീപ് ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നത് കണ്ട് കമലമ്മ പറഞ്ഞു, സന്ദീപേ, ഇനി ഞാൻ കൂടി പറയണോ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ? മര്യാദയ്ക്ക് ഇറങ്ങി പോളാ എന്ന് ബഹളം വെച്ചപ്പോഴേക്കും സന്ദീപ് കലിയോടെ വേഗം ആ കാറും എടുത്ത് അവിടെ നിന്ന് മടങ്ങുമ്പോ സന്ദീപിന്റെ മനസ്സാകെ മാറിപ്പോയതിനെ കുറിച്ച് ഓർത്ത് ആളാകെ മാറിപ്പോയല്ലോ തന്റെ അനുജൻ എന്നുള്ള വേദനയിൽ സങ്കടത്തോടെ നോക്കി നിന്നു. അപ്പോഴാണ് ഗോകുലിന്റെ വീട്ടില് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അർച്ചനയ്ക്കരികിലേക്ക് ശോഭ എത്തിയത്. ശോഭ അടപ്പായസം ഉണ്ടാക്കാൻ മോൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം അതിനെന്താ അമ്മേ, എനിക്കുണ്ടാക്കാൻ അറിയാമല്ലോ, എന്താ അമ്മേ ഇപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോ അടേ, അവന് വലിയ ഇഷ്ടമാണ് അടപ്രഥമൻ, അവന്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നാളെ അവന്റെ ബർത്ത്ഡേ ആണല്ലോ, പിറന്നാൾ ദിവസം അവനിങ്ങനെ ഒരു അടപ്രഥമൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ ശീലം. അതുകൊണ്ട് അങ്ങനെ ഒരു അടപ്രഥമൻ ഇത്തവണ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചെന്ന് അറിയിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ. അത് ശരി, ഗോകുലിന്റെ പിറന്നാളാണല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് അത് ഗംഭീരമാക്കണം. പിറന്നാളിന് പായസം മാത്രം പോരാ, നല്ലൊരു പിറന്നാൾ സദ്യ തന്നെ ഒരുക്കണമെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതോടെ അവിടേക്ക് വന്ന ശിശിര പറഞ്ഞു, അമ്മയ്ക്ക് ഗോകുലിന്റെ പിറന്നാളും ഗോകുലിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. കാരണം അമ്മ അതെല്ലാം ഓർക്കുകയും ചെയ്യും, ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യും, അതിന് വേണ്ട വഴിപാടുകൾ നടത്തും.
എന്നാൽ ഈ എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ഓർമ്മയോ താല്പര്യമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഞാൻ പോലും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഈ അമ്മയുടെ മകൾ തന്നെയാണോ എന്ന്. അത് കേട്ടതോടെ ദേഷ്യത്തോടെ അടുത്ത് നിന്ന് ശോഭ പറഞ്ഞു, നീ ഒന്ന് പോടി, അത് നിനക്കട്ടെ ഒത്തു നിന്ന് ഒരെണ്ണം വെച്ചു തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശോഭ അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന കണ്ടപ്പോ അർച്ചന പറഞ്ഞു, സാരയില്ല, ഇത്തവണ ഗോകുലിന്റെയും ശിശിരേച്ചിയുടെയും ഒക്കെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കും. ആദ്യം നമുക്ക് ഗോകുലിന്റെ പിറന്നാൾ ആഘോഷിക്കാം, അതിനുശേഷം ശിശിരേച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നു. എന്താ അതുപോലെ എന്ന് ചോദിച്ചു. നാളത്തെ പിറന്നാൾ സദ്യ ഗംഭീരമാകണമെന്ന് പറഞ്ഞപ്പോ ശിശിര പറഞ്ഞു, നാളെ പിറന്നാൾ സദ്യ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഓർഡർ കൊടുക്കാം, അതല്ലേ നല്ലത്. അല്ല, ഇത് മുഴുവൻ ആരെ കൊണ്ടാ ചെയ്തു തീർക്കാൻ കഴിയുന്നത്? ഒരു ഓർഡർ കൊടുത്താൽ അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അതൊന്നും വേണ്ട ചേച്ചി, നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റും ആ ഒരു രുചിയും മറ്റൊരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചാൽ ഉണ്ടാവില്ല. നാളെ ചേച്ചി കഷ്ടപ്പെടണ്ട, ഞാനും അമ്മയും കൂടി പിറന്നാൾ സദ്യ ഒരുക്കിക്കോളാം. പിന്നെ ഗോകുലിന്റെ ഫ്രണ്ട്സിനെയും ഗോകുലിന്റെ കൊളീഗ്സിനെയും ഒക്കെ വിളിക്കണം. അത് കേട്ടപ്പോഴേക്കും ഉടനെ അത് കേട്ട് നിന്ന് ശോഭ പറഞ്ഞു, അവൻ അത്തരം കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അവന്റെ പിറന്നാൾ ആഘോഷം തന്നെ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. നമ്മളെല്ലാവരോടും നിർബന്ധിച്ചാൽ ഒന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴും, അത്രമാത്രം എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും അർച്ചനയോട് ശിശിര പറഞ്ഞു, അത് ശരിയായ കാര്യാ. അപ്പോഴാണ് അർച്ചന ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളത്തെ ബർത്ത്ഡേ ആഘോഷത്തില് നമുക്ക് അവന്തികയെ ക്ഷണിക്കാം. അപ്പോ അവന്തിക കൂടി വന്നു കഴിഞ്ഞാൽ ആക്കാവല്ലോ എന്ന് ചോദിച്ചതും അതിനെന്താ, അത് നല്ലൊരു ഐഡിയ എന്ന് ശിശിരയും പറഞ്ഞു. അങ്ങനെ അവന്തികയെ കൂടി ക്ഷണിക്കാമെന്ന തീരുമാനത്തിൽ അവർ 3 പേരും കൂടി ഒന്നിച്ചു. പിറ്റേന്ന് ബർത്ത്ഡേ ആഘോഷത്തിന് അവന്തിക കൂടി വരുമ്പോൾ നമുക്ക് അത് എല്ലാവർക്കും ചേർന്ന് വളരെ ഗംഭീരമാക്കണമെന്ന് പറഞ്ഞ് അർച്ചന അതിനെക്കുറിച്ച് ആലോചിച്ച് വെക്കുമ്പോൾ ആതിരയും കുഞ്ഞിനെയും വിളിക്കാൻ പോയ സന്ദീപ് അവിടുന്ന് നാണം കെട്ട് മടങ്ങി വന്നിട്ട് അവന്തികയുടെ വീട്ടുപടിക്കലിരിക്കുമ്പോൾ അവന്തികയും മൂർത്തിയും കൂടി അരികിലേക്ക് ചെന്നു. സന്ദീപേ, നിന്നെ അവര് അവിടുന്ന് ആട്ടിപ്പായിച്ചു അല്ലേ? നിന്നെ അവര് അവിടുന്ന് നാണം കെടുത്തി വിട്ടു. എനിക്കറിയാം അങ്ങനെ അവർ ചെയ്യുകയുള്ളൂ എന്ന്. അല്ലെങ്കിലും അവരുടെ സ്വഭാവം അതാണല്ലോ സന്ദീപേ. നിന്നെ ഇപ്പോൾ അവരെന്നെ കാണുന്ന പോലെ തന്നെയാണ് നിന്നെയും അവർ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേർക്കും ഇപ്പം ഒരേ ശത്രുക്കളാണ്. അവരും നീയും ഞാനുമൊക്കെ അവരുടെ ശത്രുപക്ഷത്താണ് ഇപ്പോൾ നമ്മൾ 2 പേരും. അതുകൊണ്ട് അവരുടെ പകയും വിദ്വേഷവും ഒക്കെ നമ്മുടെ നേരെയായിരിക്കും. ആതിരയും കുഞ്ഞിൻ്റെയും മനസ്സ് അവരും അതുപോലെ പറഞ്ഞ് മാറ്റിയെടുത്തതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ നീ എനിക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞാൽ ഇതിനുള്ള തിരിച്ചടി അവർക്ക് നമുക്ക് കൊടുക്കാം, പ്രത്യേകിച്ച് സച്ചിക്ക്. അതാണ് ഇനി നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അക്കാര്യത്തിൽ കുറച്ച് തീരുമാനം ഉടനെ തന്നെ എടുക്കുമെന്ന് സന്ദീപ് ഉറപ്പ് നൽകി. അതിനുശേഷം പിറ്റേന്നുള്ള ഗോകുലിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ച് അവന്തികയെ വിളിച്ച് അർച്ചന അറിയിക്കണം. അവന്തികയെ അവിടേക്ക് ക്ഷണിച്ചതും രാവിലെ തന്നെ താൻ അവിടേക്ക് എത്തുമെന്ന് അവന്തിക ഉറപ്പ് നൽകി. അവന്തിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന ശോഭയെ അവിടെ നിന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാനായി ഒപ്പം കൂടി. കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ വഴിപാടുകളും മറ്റും നടത്തി അർച്ചനയുടെ ഓർമ്മശക്തി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിനെ ഇല്ലാതാക്കാനായിട്ട് താൻ വഴിപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ശോഭ പറയുമ്പോൾ അത് കേട്ട അവന്തിക പറഞ്ഞു, അങ്ങനെ വഴിപാടുകളിലൊന്നും ഈ ഒരു കാര്യം ഒതുങ്ങില്ല. സമൃദ്ധയെ ഗോകുലിനോട് ചേർത്ത് വെക്കണമെങ്കിൽ വഴിപാടുകൾ മാത്രം നടത്തിയാൽ പോരാ, അതിന് നമ്മൾ കുറച്ച് കുറുക്കു വഴികൾ കൂടി ചിന്തിക്കേണ്ടതുണ്ടെന്ന് അവന്തിക അറിയിച്ചു. അങ്ങനെ ബർത്ത്ഡേയുടെ ആഘോഷത്തിൽ അവിടേക്ക് വന്ന അവന്തിക ഗോകുലിൻ്റെ ഒപ്പം നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നതും ഗോകുലിന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതും അങ്ങനെ സ്നേഹത്തോടെ അവർ പരസ്പരം കൂടുതൽ അടുത്തിടപഴകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ തൻ്റെ മൊബൈലിൽ പകർത്തിയെടുക്കുകയാണ്. ആ ദൃശ്യങ്ങൾ മൊബൈലിലേക്ക് എടുത്തിട്ട് ഇത് ഒരിക്കൽ ശശിക്കെതിരെ ഗോകുലിനോടുള്ള പക കൂട്ടാനായിട്ട്, ശശിയെയും ഗോകുലിനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇത് തന്നെ ധാരാളമാണെന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് ആ ഒരു കുതന്ത്രത്തോടെ, ആ ചിന്താഗതിയോടെ ആ ഫോട്ടോസ് തന്നെ മൊബൈലിൽ പകർത്തിയെടുത്ത് അവന്തിക കുതന്ത്രങ്ങൾ മനയുന്നു. അപ്പോഴേക്കും അർച്ചനയുടെ മനസ്സിൽ പല സംശയങ്ങളും ഇതിനോടകം എത്തിക്കഴിഞ്ഞു. അവന്തികയെ അരികിലേക്ക് വരുമ്പോൾ അവന്തികയുടെ ആ ചിത്രങ്ങൾ പലപ്പോഴും തൻ്റെ മനസ്സിൽ എവിടെയോ മായാതെ കിടക്കുന്നതായിട്ട് അർച്ചനയ്ക്ക് ചില ഓർമ്മകളുണ്ടായി. എത്രയും പെട്ടെന്ന് തന്നെ ആ സൈക്കാട്രിസ്റ്റിനെ തനിക്ക് കണ്ടെത്തണമെന്നതായിരുന്നു അർച്ചനയുടെ തീരുമാനം. തൻ്റെ മൊബൈലിൽ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞ് പേര് സേവ് ചെയ്ത് വെച്ചതും ഇപ്പോൾ കാണാതായതിനെക്കുറിച്ച് അർച്ചനയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. താൻ ഇനി എങ്ങനെയാണ് അയാളെ കണ്ടെത്തുക? ആ ഡോക്ടറുടെ അരികിലേക്ക് താൻ എങ്ങനെ എത്തിച്ചേരുമെന്ന് ആലോചിച്ച് തല പോഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും തന്നെ അഡ്മിറ്റ് ചെയ്തിരുന്ന ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കാമെന്നും താൻ ആദ്യം കൺസൾട്ട് ചെയ്ത ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ എന്നും ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് ഹർഷനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അർച്ചന തീരുമാനിക്കുന്നു.